ഡേ ഇയാള് പറഞ്ഞോ പിന്നെ എനിക്ക് മെയിൻ്റെനൻസിനും പോത്തിനും ഒക്കെ കിട്ടിയത് മെമ്പറുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞോ? ആടി പറഞ്ഞടി ഉള്ളതല്ലേ പറഞ്ഞത്. ഞങ്ങളും അപേക്ഷിച്ചടി പഞ്ചായത്തില് പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തേലും കിട്ടിയോ? നിനക്ക് എന്തൊക്കെ കിട്ടിയടി? കക്കൂസ് കിട്ടി, കുളിമുറി കിട്ടി, പെര കിട്ടി, ഇപ്പൊ തന്നെ മെയിൻ്റെനൻസിന് വന്നെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞടി. നീയും മെമ്പർ സുഗണനും തമ്മിലുള്ള ബന്ധമേ ഈ നാട്ടില് മൊത്തം പാട്ടാടി. എന്തോ ബന്ധം ഉണ്ടേ ഞാനുമായിട്ട്? ഞങ്ങളാന്ന് എന്തൊക്കെ അപേക്ഷ നടത്തിയടി, ഞങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഞങ്ങൾക്കറിയാടി നിന്റെയും അയാടെയും തമ്മിലുള്ള ബന്ധം കൊണ്ട് മാത്രം ഞാൻ ഇനിയും പറയും. എല്ലാരും കാണുന്നുണ്ടടി, നിനക്ക് മാത്രം ഇങ്ങനെ ഔദാര്യങ്ങൾ കിട്ടുന്നത്. നീയും അങ്ങേരെ തമ്മിലും ഉണ്ടാക്കിക്കോ. ഞങ്ങൾക്ക് കിട്ടാതെ നിനക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങൾ സഹിക്കോടി, ഞങ്ങൾ പറയൂടി, ഇനിയും പറയും. നിന്റെ ഈ ചിലപ്പ് കാരണമാണ് നിന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയത്. ഭർത്താവിനെ പറയുന്നോ അങ്ങേര് രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിട്ട് പട്ടാളത്തിൽ കാശ്മീരിൽ നിന്ന് കൊള്ളക്കാര് പിടിച്ചോണ്ട് പോയതാണ് എന്റെ ഭർത്താവിനെ. അല്ലാതെ അങ്ങേര് ഇവിടുന്ന് എന്റെ ഭരണം കാരണം ഓടിപ്പോയതല്ലേ. കൊള്ളക്കാരൊന്നും കൊണ്ടുപോയതൊന്നും അല്ല, അയാള് ജീവനും കൊണ്ട് ഓടിയതാ ഈ താടക കാരണം. ചുമ്മാ അല്ലടി നിന്റെ മോൻ ഒരിക്കൽ വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നത്. നിന്റെ മോനെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ പോലും ഒരു പെണ്ണിനെ കിട്ടിയില്ലല്ലോ. എന്റെ മോനൊരുത്തിയെ കൊണ്ടെങ്കിലും വന്നല്ലോ, അതേതോ ആവട്ടെ. ആര് പറഞ്ഞടി? ആര് പറഞ്ഞു എന്റെ മോന് പെണ്ണ് കിട്ടത്തില്ലെന്ന്? എന്റെ മോന് പെണ്ണ് കിട്ടൂടി. അവന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് എന്റെ മോൻ കല്യാണം കഴിച്ച ഒരു നല്ല പെണ്ണിനെ കൊണ്ടുവരൂടി. അത് നിന്റെ കണക്ക് ചാടി മതിലാടി വരുന്ന മരുമോളായിരിക്കത്തില്ല, നല്ല അന്തസ്സായിട്ട് ഞങ്ങൾ കെട്ടിച്ചോണ്ട് വരുവോടി. വീട്ടിലേക്ക് വരത്തില്ല മോനെ സുധാകരാ, മോനെ സുധാകര, നീ ഇവിടെ ഇരിപ്പുണ്ടോ? എടാ മോനെ സുധാകര, നീ ഇവിടെ പത്രവും വായിച്ചിരിക്കുകയാണോ? അങ്ങനെ സുധ എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് നീ കേട്ടോ? എന്തുവാ? അപ്പം പറയുവാണേ നീ ഒരു പെണ്ണ് പോലും, നിനക്കൊരു പെണ്ണുവിനെ പോലും കിട്ടത്തില്ല, അത്രയ്ക്ക് കൊള്ളരുതാത്തവനാ നീ എന്ന് അങ്ങനെ പറഞ്ഞേ. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവളുമാര് പറയത്തില്ല നിനക്ക് അതിന് പോലും ഗുണമില്ലെന്ന്. അമ്മ എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ? അച്ഛൻ പട്ടാളത്തിൽ അച്ഛൻ ഒളിച്ചോടി, അമ്മയുടെ പീഡനം കാരണം അച്ഛൻ ഓടിപ്പോയതാന്ന്. അച്ഛൻ അങ്ങനെ പോയതല്ലല്ലോ മോനെ, അച്ഛനെ ആണെങ്കിൽ കള്ളക്കടത്തുകാർ പിടിച്ചോണ്ട് പോയതല്ലയോ. അത് പറഞ്ഞപ്പോ അവള് പറയാണേ നീ കൊള്ളരുതാത്തവളാണെന്ന്. ഞാൻ എന്തോ കൊള്ളരുതായ്മ ചെയ്യുന്നു, അവിടെ ആണെങ്കിൽ എന്തേലും പണി ഞാൻ ചെയ്യുന്നു മക്കളെ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നോ. അമ്മയെ അന്യനും അമ്പിയൊന്നും കളിക്കാതമ്മേ, എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലയോ. എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യം. നിനക്ക് പിന്നെ എന്താ കഴിക്കാനാണോ താല്പര്യം? ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കുന്നതാണോ നിന്റെ താല്പര്യം? നീ കെട്ടിയില്ലെങ്കിൽ അമ്മ ഈ ഓണത്തിന് അമ്മ കാണത്തില്ല. അമ്മയെ കൊണ്ട് ഇതൊക്കെ തനി സ്വന്തമല്ലേ മോളെ? അല്ലമ്മേ, ഇന്റിമേഷനാ. ഇമിറ്റേഷൻ. മോള് എത്ര വരെ പഠിച്ച്? ഞാന് BA എക്കണോമിക്സ്. ആണോ? എന്നിട്ടെന്താ ജോലി കിട്ടാഞ്ഞേ? പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചെന്ന് അച്ഛൻ, അതുകൊണ്ടാന്ന് തോന്നുന്നു. ജോലിക്ക് ശ്രമിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്കും ജോലിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലമ്മേ. കൊള്ളാല്ലേ, നല്ല രസം. ഊരി വെച്ച എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാം. അയ്യോ, ഇത് റെന്റ് എടുത്തതാ, തിരിച്ചു കൊടുക്കണം. ശരി എന്നാ മോള് ഡ്രസ്സൊക്കെ മാറി അടുക്കളയിലോട്ട് വാ, പാല് ഒന്നും ഇടാം അമ്മ. അടുക്കളയിൽ എന്ത് പൂച്ച കയറിയോ? ഒന്ന് വേഗം ആവട്ടെ, വിശന്നിട്ട് വയ്യ, കുടിച്ചിട്ട് വേണം പോയി കിടന്ന് ഒന്നുകൂടി ഉറങ്ങാൻ. അയ്യോ, മോള് എന്തോ കൊടുക്കുവാ? അമ്മയോ? എന്റെ കുഞ്ഞു ഇവിടെ രാവിലെ എണീറ്റ് ഒന്നും അടുക്കളയിലൊന്നും കേറത്തില്ല. അമ്മ എണീക്കാൻ തന്നെ 8-8:30 മണിയാവും. മോള് പതുക്കെ എണീറ്റാ മതിയെന്നേ. ഇതൊക്കെ എന്തോ ഇപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒന്നും ആരും രാവിലെ തിന്നത്തും കുടിക്കത്തും ഒന്നുമില്ല. മക്കള് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. അല്ലമ്മ, ഞാൻ രാവിലെ 5 മണിക്ക് വല്ലതും തിന്നും, എനിക്ക് ഭയങ്കര വിശപ്പ്. നോക്കുമ്പോ ഇച്ചിരി ഗോതമ്പ് ഇരുന്ന് അതെടുത്ത് കഞ്ഞിയാക്കി, ചീര ഫ്രിഡ്ജിൽ ഇരുന്ന് എടുത്ത് തോരനുമാക്കി. അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു 10 മണിയാകുമ്പോൾ കഞ്ഞി കുടിക്കാനേ എണീക്കത്തോള്. പിന്നെ ഒന്നുകൂടി ഞാൻ ഇത് എടുത്ത് കഞ്ഞിയാക്കി കുടിച്ചിട്ട് പിന്നെ ഞാൻ 1 മണിയാകുമ്പോഴത്തേന് കഴിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര വിശപ്പാ. മോള് പറഞ്ഞു പോട്ട് രാത്രി ഒന്നും കഴിച്ചു കാണത്തില്ലല്ലേ? അയ്യോ അല്ല, ഞാൻ ഇന്നലെ രാത്രി 1 മണിക്ക് എഴുന്നേറ്റ് കഴിച്ചായിരുന്നു. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് 8:30 ആയപ്പോൾ കഴിച്ചായിരുന്നു. പിന്നെ 10 മണിക്ക് കുറച്ച് ചിപ്സ് തിന്നായിരുന്നു. എന്നാലും ഭയങ്കര വിശപ്പാ. നമ്മൾ ഈ രാവിലെ കഴിക്കുന്ന കണക്ക് തന്നെ രാത്രിയിലും കഴിക്കണം. രാവിലെ 5 മണിക്ക് കഴിക്കണം, 10 മണിക്ക് കഞ്ഞി കുടിക്കണം. അതുപോലെ രാത്രി നമ്മൾ 1 മണിയാകുമ്പോൾ എണീറ്റ് ഉച്ചക്കത്തെ ഭക്ഷണം പോലെ രാത്രി 1 മണിക്ക് കഴിക്കണം. അങ്ങനെ കഴിക്കണം. വെന്ത് ഇന്ന് ഞാൻ കഞ്ഞി കുടിക്കട്ടെ. അമ്മയ്ക്ക് വേണോ? അമ്മയൊന്നും കഴിക്കത്തൊന്നുമില്ല. എന്നാ മോള് കഴിക്കുക കേട്ടോ. ശരി. വേണ്ടായോ? ശരി. സാധാരണ ഞാൻ പൊറോട്ടയും ബീഫും ഒക്കെ തിന്നുന്നത്, ഇവിടെ പിന്നെ അതൊന്നും ഇല്ലല്ലോ. ശരി. അവൻ എന്ത് എണീറ്റില്ല? അയാള് കിടന്നുറങ്ങുന്നു.
വശപ്പശ ഉണ്ടല്ലോ. സുധാകരേട്ടാ, സുധാരേട്ടാ, സുധാകരേട്ടാ, എണീറ്റേ. സുധാകരേട്ടാ. എന്തോടി മനുഷ്യനെ പേടിപ്പിക്കുന്നോ? പേടിപ്പിച്ചല്ല, പിന്നെ നമുക്ക് വിരുന്ന് പോകാൻ തുടങ്ങണ്ടായോ? ഇവിടുത്തെ അമ്മയുടെ ബന്ധുക്കാരൊക്കെ അന്ന് കല്യാണ പന്തലിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വിരുന്നിന് ചെല്ലണേന്നും. വിരുന്നിന് പോകാൻ എന്തുവാ? ഓ, ഭയന്നു പോയി. കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ വിരുന്നിന് ഇറങ്ങണം, അതൊരു രസാ. ഇന്ന് തന്നെ വിരുന്നിന് പോകാൻ എനിക്ക് വയ്യ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. പോണം, ഇന്ന് തന്നെ തുടങ്ങണം. 1 മാസത്തെ ലീവല്ല ഉള്ളു. ആ 1 മാസം കൊണ്ട് നമുക്ക് എല്ലാ വീടുകളിലും പോയി തീർക്കണ്ടായോ? ശരി, പോവാ. അമ്മ, ഞങ്ങള് വിരുന്നിന് പോവാന്നേ. സുധാകരേട്ടാ, വാ പോവാ. ആ, വരുവോ. അമ്മേ, പോയിട്ട് വരാവേ. ആ മോനെ, സൂക്ഷിച്ചു പോയിട്ട് വരണേ. ആ മോളെ, ചോറ് വിളമ്പട്ടെ? ഇങ്ങനെയാണോ വിളമ്പുന്നേ? ദേ ഇങ്ങനെ വിളമ്പണം. വെള്ളം കുടി. വേണ്ട വെള്ളമൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ എടുത്തോ. സുധാകര, തിന്നുന്നത് നിനക്കൂടി ഇടട്ടെ. ഹലോ, പെണ്ണും ചെറുക്കനും അങ്ങ് വന്നോ? ആ, വന്ന്. ആ, ഇവിടെ ഉണ്ട്. ചോറ് ആന്നും പറഞ്ഞ് വന്ന് കയറുന്ന കഴിക്കുന്നു മോള്. അവിടെ ഒന്നും ഇല്ലായിരുന്നോ? ഓ, ഇവിടുന്ന് ഇടങ്ങഴിയരിയുടെ ചോറും 2 കിലോ പോത്തും കഴിച്ചിട്ട് പോയതാ. ആ, പിന്നെ മോടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികേടുള്ളതായിട്ട് തോന്നിയോ? അത് പിന്നെ കുഴപ്പമില്ല. ആ, നല്ല കൊച്ചാ. ആ, പക്ഷേലേ ഇത്തിരി തീറ്റിവെപ്രാളമുണ്ടോന്നൊരു സംശയം. കൊടുത്ത ചോറും കറിയും തിന്ന തീറ്റ വേണം കാണാൻ. 10 ദിവസം പട്ടിണി കിടന്ന് ഒരാളെ പിടിച്ചിരുത്തി നമ്മൾ ആഹാരം കൊടുത്താൽ അവർ പോലും ഇങ്ങനെ ആക്രാന്തം കാണിച്ച് തിന്നത്തില്ല. ഓ, ഞാനങ്ങ് ഭയന്നു പോയി. ഒന്ന് ആശുപത്രിയിലെങ്ങാനും കൊണ്ടുപോകണം. അതാ ഞാനും ആലോചിക്കുന്നത്. ബാധ വല്ലതും ആയിരിക്കുമോ? 10-23 വയസ്സായ പെങ്കൊച്ചിന് ഇത്രയും തീറ്റി വെപ്രാളം വരുമോ? ഇതിത്തിരി കൂടുതലാ. ശരി എന്നാ. ഏത് സമയത്ത് വിരുന്ന് വിളിക്കാൻ തോന്നിയോ എന്തോ. അതിയാനും മക്കൾക്കും ഇനി ഞാൻ വീണ്ടും ഫുഡ് ഉണ്ടാക്കണം. ഇവർക്ക് ചായ ഇടണമെന്നൊന്നും ഇല്ലേ? സുധാരേട്ട, ചായക്ക് കടി എന്തെങ്കിലും വാങ്ങിക്കണ്ടായോ? സ്വന്തം കൈയെടുത്തങ്ങ് കടിയടി. കടി മേടിക്കണം. വിശക്കുന്നു. കാക്ക പിടിച്ച് തിന്നാലോ? പിടിച്ച് വേണ്ട. മോളെ, എങ്ങനെയുണ്ട് മോളെ അമ്മായിയമ്മയൊക്കെ? അമ്മായിമ്മ ഇവിടെ ഉണ്ട്, വിളിക്കണോ? അയ്യോ വേണ്ട, സുഖമാണോ? ആ, സുഖമാ. ഇന്ന് വല്ലതും കഴിച്ചോ? രാവിലെ ഞാനാണ് 5 മണിക്ക് എണീറ്റ് ഗോതമ്പ് കഞ്ഞി കുടിച്ച്. പിന്നെ 11 മണി ആയപ്പോഴത്തേന് സാധാരണ വെള്ളരി കഞ്ഞിയുടെ കഞ്ഞി കുടിച്ച്. പിന്നെ 1 മണി ആയപ്പോഴത്തേന് ചോറും മീൻകറിയും കൂട്ടി കഴിച്ച്. മീൻകറിക്ക് അതിലെ പാൽമുളക് ഇട്ടത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ തോനെ ചോറും കപ്പ ഉണ്ടായിരുന്നു, കപ്പയൊക്കെ കഴിച്ച്. പിന്നെ ഇപ്പോൾ 2 മണിയായിട്ട് ഇവരൊന്നും മിണ്ടുന്നില്ല, ആഹാരം ഒന്നും തരുന്നില്ല. ഇവർക്കൊന്നും വിശപ്പില്ല. ഇവരങ്ങനെയാ മോളെ. മോളങ്ങോട്ട് വാ, ആൻറ്റി ഉണ്ടാക്കി തരാം, അമ്മ ഉണ്ടാക്കി തരാം, നല്ലോണം തരാം. എന്തോടെ അവിടെ പോട്ടെ. അവിടെ ഇന്ന് 2 പേരോട് കുശി കുശിത്തത്.
അയ്യോ ആന്റി പാവമാന്ന് തോന്നുന്നു. അയ്യോ പാവത്തല്ലയൊന്നും അല്ല, അധികം പാവമാക്കണ്ട അവിടെ. അവരുടെ വീട്ടിലോട്ട് തന്നെ ഊണ് കഴിക്കാൻ വിളിച്ച്. ആ അങ്ങോട്ടിനി പോകാത്തന്നെ കുറവേ ഉള്ളു. എനിക്കൊന്നും ഉണ്ടാക്കി തരുത്തുമില്ല. ഇതുണ്ട് അവിടെ അവലേസ് കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എടുത്ത് തിന്ന്. പിന്നെ ചായ ഇടമ്മേ, ചായ കുടിക്കണം. ആ ചായ ഇടാം. അതെ, അവളുമായിട്ട് അത്ര സംസാരത്തിനും സുഹൃത്ത് ബന്ധത്തിനും പോണ്ട, അഴുക്ക തള്ളയാ കേട്ടോ. ഒന്നും ഉണ്ടാക്കത്തില്ലല്ലോ ഇവരിപ്പോ, ഒന്നും ഉണ്ടാക്കാനായിട്ട് വെക്കത്തുമില്ല. അയ്യോ ഞാൻ നാളെ മോരികാച്ചാൻ എടുത്തു വെച്ച തൈരാണ് ഇവിടെ കൊണ്ടുപോടി. അയ്യോ അത് മൊത്തം തീർത്ത്. എന്താ കണ്ടാലും എടുത്ത് തിന്നണം. എനിക്ക് വിശന്നിട്ടല്ലേ, ഇവിടെ ഒന്നും ഇല്ലല്ലോ തിന്നാൻ. ഒന്നും ഇല്ലേടി നിനക്ക്. ആർത്തി മൂത്ത് തീറ്റപ്രാന്ത് വന്നവളെ. ഇങ്ങനെ തീറ്റപ്രാന്തുള്ള പെമ്പിള്ളേരെ ഞാൻ ആദ്യമായിട്ട് കാണുവോ? എന്റെ വീട്ടിലെ നല്ല ആഹാരമൊക്കെ തന്നെ ഞങ്ങളെ വളർത്തിയത്, അല്ലാതെ പട്ടിണിക്കിട്ടല്ല. ഇങ്ങനെ തിന്നണെങ്കിലേ വല്ല പണിക്കും പോയിടി, അല്ലെങ്കിലേ പോയി വല്ല മണ്ണ് മരത്തിനടി. അവള് പോണേ. സുധാകരേട്ടന്റെ കിണ്ടി സുധാകരേട്ടാ. ഞാൻ പൈസ ഉണ്ടാക്കി വിളക്കും അവനും ഒക്കെ ചെലവിന് കൊടുക്കണം, നാശം പിടിക്കാനായിട്ട്. ഈ സമയത്ത് ഇവനെയൊക്കെ. നല്ല ചൂട് ചോറ്, ഒരു ഉണക്കമീൻ വറുത്തത്, കുറച്ച് തേങ്ങാ ചമ്മന്തി, കുറച്ച് തൈര്, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി 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 അങ്ങനെ ഒരു പിടി പിടിച്ച് വാരി വായിൽ വെച്ച ആനന്ദമാനന്ദമാനന്ദമേ നല്ല ഉണക്കമീൻ്റെ മണമല്ലേ? അതല്ല, സുധേമ്മയുടെ വീട്ടിൽ നിന്നാന്ന് തോന്നുന്നു മണം വരുന്നേ. എന്താ മോളെ വന്നേ? അല്ല, അന്ന് പറഞ്ഞായിരുന്നല്ലോ ഊണും ചോറും ഒക്കെ തരാന്ന്. ആ ചോറുണ്ട്. ഇന്നിവിടെ ഉണക്കമീനാണോ? ഉണക്കമീനും ചമ്മന്തിയും തൈരും അച്ചാറും എല്ലാം ഉണ്ട്. ചോറുണ്ട്, ചോറ് തരാം. ബാ എന്നാ ചോറെടുത്തോ. ആ ചോറെടുക്കട്ടെ. അകത്ത് കയറിയിരിക്കും. വേണ്ട, ഇവിടെ ഇരുന്നോളാം. നല്ല ടേസ്റ്റ്. ഉണക്കമീൻ ഇപ്പം ഒരെണ്ണൂടി തരാം. ആ പിന്നെന്താ തരാമല്ലോ. ചോറിട്ടോ. ആ ആ ഇട്ടോളാം. എടി നീ സുധയുടെ വീട്ടിൽ പോയി വല്ലതും തിന്നോ? ആ, എന്നെ വിളിച്ചപ്പോ ഞാൻ നാളെ പോയി കഴിച്ചായിരുന്നു. നാണോ ഉണ്ടോടി നിനക്ക്? വല്ലവരുടെയും വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ? അവിടെ ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെ മൊത്തം വിളിച്ച് പറഞ്ഞ് ആഹാരം കിട്ടാതെ എന്റെ മരുമോള് അവിടെ വീട്ടിൽ ചെന്ന് കയറി ചോറ് ചോദിച്ചെന്ന്. നിനക്ക് നാണം ഉണ്ടോടി? ഇവിടെ എനിക്ക് തിന്നാൻ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ പോയി കഴിച്ചു. എന്താ നിനക്ക് ഇവിടെ ഒന്നും ഇല്ലേ? ഇവിടെ ഒന്നും നീ തിന്നില്ലേ? നീ എത്ര നേരം ഇവിടെ തിന്നുന്നടി? ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇങ്ങനൊന്നുമല്ല കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്. രാവിലെ 5 മണിക്ക് കഞ്ഞി, 10 മണിക്ക് കഞ്ഞി, പിന്നെ 1 മണിയാകുമ്പോൾ ചോറും കറിയും, പിന്നെ 3 മണിയാകുമ്പോൾ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു പലഹാരം, പിന്നെ രാത്രി കിടക്കാൻ നേരം അത്താഴം. ഇത്രയെല്ലാം ഉള്ളു. അല്ലാതെ നിങ്ങൾ എക്സ്ട്രാ എനിക്കൊന്നും തരുന്നില്ലല്ലോ. ഇടി തീറ്റപ്രാന്തി, നിനക്ക് അത്ര ഒന്നും പോരേടി. നിനക്ക് അത്ര ഒന്നും തിന്നാ പോരേ. സുധാകരാ ഡാ സുധാകര, നീ ഇതിനൊരു തീരുമാനം എടുക്കണം. ഇവള് പറയുന്നൊന്നും നീ കേൾക്കരുത്. ഇവിടെ ആ സുധയുടെ വീട്ടിൽ പോയി പിന്നെ നാണമില്ലാതെ യാചിച്ച് മേടിച്ചേക്കുന്ന പിച്ചക്കാരുടെ കൂടെ പോയി അവിടെ പോയി തിന്നേക്കുന്ന നമ്മുടെ കുടുംബത്തിനല്ലേ ഇവിടെ നാണക്കേട്. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നീ വേണ്ടത് വെക്ക്. ഇവിടെ നീ ബന്ധം ഒഴി. വേണ്ട ഇവള് തിന്നുന്നത് പോട്ടെ, ഇവള് വല്ലോറേയും വീട്ടിൽ പോയി എരന്ന് തിന്നുന്നു. ഇവിടെ ഇന്ന് തന്നെ ബന്ധം ഒഴിയളെ. എന്റെ സ്വഭാവം മാറ്റരുത്. നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ പെണ്ണിനെ കെട്ടിയത്. ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ ഒറ്റാം തടിയും മൂച്ചാം വയറുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ കൊണ്ട് സുധയായിട്ട് വഴക്കിട്ട് അവളെ വെല്ലാൻ ഇവിടെ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ അവളെ കെട്ടി ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവളെ ബന്ധം ഒഴിയണോ? പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് എവിടാന്ന് വെച്ചാൽ പോവാം. എനിക്ക് അവളെ കളയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കത്തില്ലേ? അപ്പം ഇല്ല, ഇനി കേൾക്കത്തില്ല. നിങ്ങൾ രണ്ടുകൂടി എന്താന്ന് വെച്ചാൽ ആയിക്കോടാ, ആയിക്കോ. പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞേക്കാം. നാളെ ഇവള് വിശന്ന് പണ്ടാറ് അടങ്ങി ലാസ്റ്റ് നിന്നെ അവള് കറി വെച്ച് കൂട്ടും. നീ നോക്കിക്കോ. ഞാൻ സഹിച്ചു. കണ്ടോ?
നീ പൊടി കൊഞ്ഞണം, നീ അധികം നാൾ കുത്തത്തില്ലടി. എന്താ പറ്റി സുധേ നീ കരയുന്ന? ഒന്നും പറയണ്ടാടി, ഞങ്ങളുടെ മരുമോള് കാരണം എനിക്ക് ജീവിക്കണ്ട. ഞാനും ഇറങ്ങി പോവാ എവിടെങ്കിലും. ഞാനും ഇറങ്ങിപ്പോവാടി. അവൾ എൻ്റെ മരുമോക്കാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അവൾക്കങ്ങ് തീറ്റുവെപ്രാളം. അത് ഞാനൊന്ന് ചോദിച്ചതിന് അവൻ എൻ്റെ അടുത്ത് പറയാടി ഇറങ്ങി പൊക്കോളാൻ. ഞങ്ങളുടെ വീട്ടിൽ അതല്ല, 10-12 ദിവസം 1 മാസമായാലും ആ പെണ്ണ് കുളിക്കത്തില്ല, കക്കൂസി പോകത്തില്ല. അതൊന്ന് ചോദിച്ച വഴിക്കാ വഴക്ക്, ബഹളം. ഇത് വീറും വൃത്തിയും വേണ്ടായ പെൺപിള്ളേരായ വീറും വൃത്തിയില്ലാതിരിക്കും. എനിക്ക് അത് മഹായതൊക്കെയാ. നേരം വെളുപ്പം കുളിക്കടി എന്ന് പറഞ്ഞേനാ അവള് എൻ്റെ അടുക്ക ചാടി വന്നത്. ഞാൻ എവിടെങ്കിലും അങ്ങ് പോവുക. നമുക്ക് രണ്ടും കൂടി വല്ല കാശിക്കോ ഗോകർണത്തോ പോയാലോ? എവിടെങ്കിലും അങ്ങ് പോകണം. എനിക്കൊരാള് കൂട്ടില്ലാതിരുന്നത്. ഈ വഴിച്ചെലവിന് ഇച്ചിരി പൈസ വേണമല്ലോ. മെമ്പറിന്റെ അടുത്ത് വല്ല ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചാലോ നമുക്ക്? നീ എന്തിനാടി ഇപ്പൊ മെമ്പറിന്റെ കാര്യം എടുത്തിട്ടെ? നിനക്ക് എന്തോ അറിയാമയ്യ? ഞാൻ അന്നേരം ഏതെങ്കിലും കാര്യം കണ്ടോട്ടായിരിക്കുമല്ലോ അത് പറഞ്ഞത്. അല്ല, നീയും മെമ്പറും തമ്മിൽ ബന്ധമാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനും മെമ്പറും തമ്മിൽ എന്തോ ബന്ധം? ഒരു കാര്യവും തരത്തില്ല. ഞാനങ്ങ് പോകുക. നീ പിന്നെ നീയും മെമ്പറും തമ്മിൽ ബന്ധമാണെന്ന് നമുക്കറിയാടി. നിന്റെ പാട്ടിന് ഞാൻ എന്റെ വീട്ടിൽ പോവല്ലേ? ഞാനും എന്റെ വീട്ടിൽ പോകും. നമ്മള് പറയാൻ പാടില്ല. അയ്യോ, അവിടെ ഒരു